ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ തീരാനായി. അപ്പോൾ ഓരോ വീട് ഇങ്ങനെ ഞങ്ങൾ കയറി ഇറങ്ങി നടക്കണം കേട്ടോ. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നീട് ഈ ഒരു വെക്കേഷൻ ടൈം ആവാതെ നമുക്ക് ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല. ഇനി ഓണത്തിന് മാത്രമല്ല ഒരു വെക്കേഷൻ ഉണ്ടാവുള്ളൂ, അതുവരെ നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഈ വെക്കേഷൻ തീരുമ്പോൾ എല്ലാ എൻജോയ്മെൻറ്റാണ് തീർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ റെയിൽവേ പാളത്തും കൂടെ നടക്കും, അതുപോലെ തന്നെ തോട്ടിൽ പോവും, അതേപോലെ പാടത്തുകൂടെ നടക്കും, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം ഞങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടി. 3-ാമത്തെ ദിവസം ഞങ്ങൾ ട്രെയിൻ കാണാൻ വേണ്ടി പോയിട്ടോ. ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ചേച്ചീൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നാൽ തന്നെ നമ്മൾ ട്രെയിൻ കാണാൻ പറ്റും. അപ്പോൾ മാളൂസിനും അപ്പൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. പിന്നെ കുറേ കാലമായി ഞങ്ങൾ അവിടെ പോകണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റിയിടുന്നൊരു സംഭവമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുക്കണം. കാരണം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ റെയിൽവേ പാളത്തൂടെ അങ്ങനെ നടന്നിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ ട്രെയിനിൻ്റെ ഒരു പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ടൊരു സംഭവം ഇപ്രാവശ്യം പോയാൽ ഞങ്ങൾ അതാണ്ട് കളറാക്കി കേട്ടോ. അതായത് അവിടെ ഒരു പുഴയുണ്ട്, പുഴേൻ്റെ മുകളിൽ ഇങ്ങനെ ട്രെയിന് പോണ പാലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നതിൻ്റെ തലേ ദിവസം വരെ അവിടെ വെള്ളം ഉണ്ടാകുന്നില്ല അത്രേ. അപ്പോൾ തലേ ദിവസം പെയ്തൊരു മഴയ്ക്ക് വന്ന വെള്ളമാണ് ഇട്ടത്. അപ്പോൾ ആ വെള്ളത്തിൽ ഞങ്ങൾ കുളിക്കണം വിചാരിച്ച് ഇറങ്ങിയതല്ല, പക്ഷേ ശ്രീഹരി അവിടെ നടന്നിങ്ങനെ പോണതിന് വഴിക്ക് അവിടെ വീണു കേട്ടോ. അപ്പോൾ ഒരാൾ മാത്രം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നനയേണ്ടി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ നന്നായിട്ടൊന്ന് കുളിച്ചിട്ടു. നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. കാരണം അപ്പം അങ്ങോട്ട് ഒലിച്ച് വരുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിയും കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്ക് ഏട്ടൻ്റെ അമ്മ നല്ല ചക്കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റാണെന്നുണ്ട്. അയ്യോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ ചക്കടയ്ക്ക് ഇത്ര സോഫ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴാണ് അറിയണത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അടിച്ച് പൊളിച്ച് ഞങ്ങൾ കഴിച്ച്. അപ്പോൾ അന്നത്തെ ദിവസം കളറാക്കി കേട്ടോ.